കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച വിഷയങ്ങൾ, പഠിപ്പിച്ച കാര്യങ്ങൾ തേടിപ്പിടിച്ച് ചെയ്യുവാൻ തക്കവണ്ണം വെമ്പൽ കൊള്ളുന്നവരാണ് നമ്മൾ വിശ്വാസികൾ. എല്ലാവരും അല്ല കേട്ടോ, അതിനൊരു അപവാദമായി മറ്റൊരു സൈഡും ഉണ്ട്. കർത്താവല്ല, ആര് പറഞ്ഞാലും ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന വിശ്വാസികളുമുണ്ട്. അവരെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച ഗിരിപ്രഭാഷണത്തിനകത്തുള്ള 5-6 മത്തായി 5-6-7 ഈ അധ്യായങ്ങൾക്കകത്തൊക്കെയുള്ള വിഷയങ്ങൾ സസൂക്ഷ്മം വായിച്ച് അതിനെ ജീവിതത്തിൽ ഫോളോ ചെയ്യുവാൻ, അനുസരിക്കുവാനൊക്കെ തയ്യാറായിരിക്കുന്ന, അങ്ങനെ നടക്കുന്ന അനേകരുണ്ട്. എന്നാൽ അവർക്കൊരു അപവാദം എന്നോണം ഈ പുസ്തകത്തിനകത്ത്, ഈ 3 പുസ്തകങ്ങൾക്കകത്ത് നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയി കർത്താവ് നമുക്ക് നൽകി തന്ന ഒരു പ്രാർത്ഥനയെ നാം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ പ്രാർത്ഥനയെ തള്ളിക്കളഞ്ഞതെന്നറിയാവോ? ആ പ്രാർത്ഥന വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായി കഴിയും. മത്തായി എഴുതിയ സുവിശേഷം 6 അതിന്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അതിനകത്ത് ഇങ്ങനെ കാണുക: സ്വർഗസ്വരായ തങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഒന്നാമത് ഈ പ്രാർത്ഥന തള്ളിക്കളയുവാൻ കാരണം നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് നമുക്കിന്ന് പറയുവാൻ വലിയ താല്പര്യമില്ല. കാരണം ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നടന്നാൽ നമ്മുടെ ഇഷ്ടങ്ങളൊന്നും പിന്നെ നടക്കത്തില്ല, അതിനൊന്നും വലിയ പ്രാധാന്യവും കാണത്തില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളാ വലുത്. അതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥനയെ ഒഴിവാക്കുക. പിന്നെയും പറഞ്ഞേക്കുക, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ. അതൊന്നും പറ്റത്തില്ല. ഇന്നത്തെ ആഹാരമൊന്നും പോരാ, നാളത്തെയും മറ്റന്നാളത്തെയും 1 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞുള്ളതും നമുക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മൾ അതിനെയൊക്കെ ശേഖരിച്ചു വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ എങ്ങനെയാ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനായി കഴിയുന്നത്? പിന്നെയും പറഞ്ഞേക്കുക, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ മറ്റാരുടെയും കടങ്ങൾ ക്ഷമിക്കത്തില്ല, മറ്റുള്ളവരോട് ആരോടും നമ്മൾ ക്ഷമിക്കത്തില്ല. പക്ഷെ നമ്മൾ കർത്താവിനോട് പറയും, കർത്താവേ, നീ എന്റെ കുറവുകളെ ക്ഷമിച്ചു തരണമേ. എങ്ങനെയാണ് ഇങ്ങനെയുള്ള നമുക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനായി കഴിയുന്നത്? ഇന്ന് പകൽക്കാലം പ്രിയ ദൈവജനമേ, ഈ പ്രാർത്ഥന തള്ളിക്കളയുവാനുള്ളതല്ല. ഇത് കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെയും നമ്മയും പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. ഇത് പിന്നെയും നമുക്ക് പഠിക്കുവാനും ഇതിനുള്ളത് ഫോളോ ചെയ്ത് ജീവിക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.